Hi guys, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മോട്ടോ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാൻ വെച്ചിരിക്കുന്ന സ്മാർട്ട് ഫോണായ Motorola Edge 30 Fusion ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ആക്ച്വലി നേരത്തെ ചൈനയിൽ ലോഞ്ച് ചെയ്ത Motorola S30 Pro എന്ന ഡിവൈസ് ആണ് ഇന്ത്യയിലേക്ക് റീബ്രാൻഡ് ചെയ്ത് Motorola Edge 30 Fusion എന്ന പേരിൽ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഓൾറെഡി ഇത് ഫ്ലിപ്കാർട്ടിൽ ടീസ് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ലോഞ്ച് ഇവന്റും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം. അപ്പോൾ നേരെ നമുക്ക് ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്യാം. ആദ്യം തന്നെ ഈ റാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാം. ബോക്സിനകത്ത് അതിൻ്റെ പേരൊക്കെ കൊടുത്തിരിക്കുന്നത് Moto S30 Pro എന്നാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ ഒരു പേര് ടോട്ടലി റീബ്രാൻഡ് ചെയ്ത് പേര് മാറ്റി Motorola Edge 30 Fusion എന്ന പേരിലാണ് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഓൾറെഡി Motorola Edge 30 അൾട്രയുടെ അൺബോക്സിംഗ് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടിട്ട് വരിക. ഇതിനേക്കാളും കുറച്ചൊരു ഒരു ബീസ്റ്റ് സ്മാർട്ട് ഫോൺ തന്നെയാണ് അത്. ബട്ട് അവിടെ കുറച്ച് പ്രൈസ് കൂടുതലാണ് ആ ഫോൺ. അപ്പോൾ പ്രൈസ് കുറഞ്ഞവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുക. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണാണ് കിട്ടുന്നത്. അത് സെല്ലിട്ട് മാറ്റി വയ്ക്കുക. നമ്മുടെ ടോപ്പ് ഷെല്ലെടുത്ത് മാറ്റിയതിന് ശേഷം ബോക്സിനകത്ത് ഇനി എന്തൊക്കെ കിട്ടുമോ നോക്കാം. ബോക്സിനകത്ത് ഒരു 68 വാട്ട്സിൻ്റെ ചാർജർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ചെയ്ത വീഡിയോയിലുണ്ടായിരുന്ന ഇതിൻ്റെ കുറച്ചുകൂടെ അപ്പർ വേരിയൻറ്റ്, കുറച്ചുകൂടെ കൂടിയ വേരിയൻറ്റ്, ഹൈ വേരിയൻറ്റിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് 120 വാട്ട്സിൻ്റെ ചാർജറാണ്. അത് Motorola Edge 30 അൾട്ര ആയിരുന്നു. ഇതിനകത്ത് നമുക്കൊരു ടൈപ്പ് സി കേബിളും കൂടെ കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്ത് വരുന്നത്. ഞാൻ ഓൾറെഡി നേരത്തെ കാണിച്ചുള്ള തന്നെ ഒരു ടോപ്പ് ഷെല്ലും കൂടെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. സോ ഈ ടോപ്പ് ഷെല്ലിൻ്റെ അകത്ത് Motorola'യുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഒബ്വിയസ്ലി ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു സിമുലേറ്റർ ടിപ്പിനോ അല്ലെങ്കിൽ നമ്മുടെ കേസും കുറച്ച് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളോ ആയിരിക്കും. കാരണം ബോക്സിൻ്റെ അകത്ത് ഓൾറെഡി ആ ഒരു സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ടോപ്പ് ഷെല്ലിലായിരിക്കും അതൊക്കെ വരുന്നത്. സോ ഇതാണ് നമ്മുടെ ബോക്സിൻ്റെ അകത്ത് കിട്ടുന്ന ആ ഒരു സാധനങ്ങളെന്ന് പറയുന്നത്. കുറച്ച് ഡോക്യുമെൻറ്റേഷൻ ലൈക്ക് നമ്മുടെ സിമുലേറ്റർ, പിന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, വാറൻറ്റി, അത്രയും കാര്യങ്ങളാണ്. പിന്നെ കേസ് നല്ലൊരു ക്ലിയർ ബാക്ക് കേസാണ് കൊടുത്തിട്ടുള്ളത്. ക്ലിയർ അല്ല, ഒരു മാറ്റ് ഫിനിഷാണ് ബാക്കി കൊടുത്തിരിക്കുന്നത്. ബട്ട് അതിൻ്റെ ഒരു അകംവശത്ത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഡാമേജ് ഒന്നും പറ്റാതിരിക്കാൻ രീതിയിലുള്ള നല്ലൊരു കിടിലൻ ഗ്ലാസ് മോഡലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു സ്റ്റിക്കർ ഒന്ന് പീൽ ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ Motorola'യുടെ Moto Edge 30 Fusion എന്ന് പറയുന്ന ഡിവൈസ് എന്ന് പറയുന്നത്. നല്ലൊരു കിടിലൻ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും എവിടെയും ഒരു റിയൽമിയുടെ ക്യാമറ ഡിസൈനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു റിയൽമിയുടെ ക്യാമറ ഡിസൈൻ ബാക്കിൽ എവിടെയോ എങ്ങനെയോ വന്നിട്ടുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് മാക്സിമം അവരുടെ രീതിയിൽ തന്നെ ഒരു ഡിസൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. നല്ല രീതിയിൽ തന്നെയാണ് ഡിസൈനും കാര്യങ്ങളും വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് കുറച്ചുകൂടെ മോഡൽ വന്നിട്ടുണ്ടെങ്കിൽ സെയിമസ് റിയൽമി 9 Pro Plusൻ്റെ ആ ഒരു ഡിസൈൻ ആവുമായിരുന്നു ഈ ഒരു ഫോൺ. താഴെയായിട്ട് നമുക്ക് Motorola ബ്രാൻഡിങ്ങും ഒരു ലെതറി ഫിനിഷ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല കിടലൻ ടെക്സ്ചറാണ്, കയ്യിലൊക്കെ പിടിക്കാൻ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് താഴെയായിട്ട് മോട്ടോ എന്നൊരു ബ്രാൻഡിങ്, Motorola'യുടെ ഒരു ബ്രാൻഡിങ്ങും കൂടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബാക്ക് ഡിസൈൻ ബോഡിയിൽ വരുന്നത്. നല്ല കിടലൻ ടെക്സ്ചർ തന്നെയാണ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ളത്. ആൻഡ് ഇനി ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഒരു ബോക്സി ഫിനിഷ് ഒന്നുമല്ല, ഒരു സ്ലിം ഡിസൈൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാനായിട്ട് പറ്റും. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോൺ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 168 ഗ്രാമേ വരുന്നുള്ളൂ. അത്രയ്ക്ക് വെയിറ്റ് കുറഞ്ഞൊരു ഫോണാണിത്. 7.7 mm തിക്നെസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ബ്രാൻഡ് കൊണ്ടുവന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഇത് രണ്ട് വെയിറ്റിൽ അവൈലബിൾ ആണ്. 175 ഗ്രാമും 168 ഗ്രാമും. കാരണം ഇത് രണ്ട് വേരിയൻ്റ് അവൈലബിൾ ആയിട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലാണ് വെയിറ്റ് വരുന്നത്. GSM അരിനിൽ അങ്ങനെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ആൻഡ് നമുക്ക് നേരെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്ന് ബൂട്ടപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിക്കാം. ഇതിനകത്ത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഹൈലൈറ്റഡ് സ്പെസിഫിക്കേഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. സോ ഇത് ഒരു അലൂമിനിയം ഫ്രെയിം വരുന്ന ഒരു ഫോണാണ്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ആൻഡ് സ്പ്ലാഷ് ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ് അവർ പറയുന്നത്. ഹർമൻ കാർഡൻ്റെ ഓഡിയോ ആണ് കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗം ചെറുതായിട്ടൊരു ബോക്സ് ഡിസൈൻ, മുകളിലും താഴെയായിട്ടും ഒരു ബോക്സ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ മോട്ടോയുടെ ലോഗോ കാണിക്കുന്നുണ്ട്. ആൻഡ് Motorola എന്നിപ്പോൾ പറയുമായിരിക്കും. അത് തന്നെയാണ് എനിക്കറിയാം, എല്ലാ ഫോണിലും ഉള്ള തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്മാർട്ട് ഫോൺ ബൂട്ടപ്പായി വരുന്നുണ്ട്. ഓക്കെ, സോ ബൂട്ടപ്പ് ആവട്ടെ. സോ അതുവരെ തന്നെ നമുക്ക് ഡിസ്പ്ലേയുടെ കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് സംസാരിക്കാം. ഈ ഒരു സ്മാർട്ട് ഫോണിൽ OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 6.55 ഇഞ്ചസിൻ്റെ ഒരു ഡിസ്പ്ലേ ആണിത്. 144 ഹെർട്സും HDR 10+ഉം 1 ബില്യൺ കളേഴ്സും വരുന്നതാണ്. ഇതിൻ്റെ പ്രോസസർ നോക്കുകയാണെങ്കിൽ Qualcomm Snapdragon 888+ 5G 5nm പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. Android 12 ആണ്. Adreno 660 റൺ ആവുന്ന ഒരു കിടലൻ പ്രോസസ്സറാണിത്. UFS 3.1 സപ്പോർട്ടഡ് ആണ്. 50 MP+, 13 MP+, 2 MP ക്യാമറ വരുന്നുണ്ട്. 8K 30fps വീഡിയോ റെക്കോർഡ് ചെയ്യാം. 32 MP ക്യാമറ വരുന്നുണ്ട്. 4K 30fps ഫ്രണ്ട് ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യാം. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 4,400 mAh ബാറ്ററിയാണ് വരുന്നത്. ആൻഡ് ഇതിനകത്തുള്ള ഹൈലൈറ്റഡ് സ്പെസിഫിക്കേഷൻസ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും സ്പീഡ് ഞാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ലിങ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തൊരു വീഡിയോ കണ്ടുകൂട്ടാൻ പറയുന്നത്. ബൈ. Ta-da.